ആകാശവാണി മൻ കി ബാത്ത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിൻ്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത്ത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി.കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവൻ്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത്ത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്, ഹലോ ഗുരീന്ദർ വീർ, നമസ്കാരം. സത് ശ്രീ അകാൽ. നമസ്കാരം സാർ. നമസ്കാരം സാർ. നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാളത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത്ത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ്. സാർ, ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോട് ഒരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു. ഗുരീന്ദർ വീർ പറയൂ. ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർ വീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂ ഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു. എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്.
ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല. ഒരു ദിവസം വരും, അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു. നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്. അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്നൊരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു, ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്ത് കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്. നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർ വീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ 2 പേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത്ത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോഴൊക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമില്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല. അനിമേഷ് സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിലേക്ക് വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക, നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും, എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക, ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ സബ് 10 അല്ലെങ്കിൽ സബ് 10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും ഭാരതീയർക്ക് സ്പ്രിൻറ്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ 2 പേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ 2 പേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും. ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും.
നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എൻ്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ. സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു. അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഗുരീന്ദർ വീർ ബയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും. ഗുരീന്ദർ വീർ, നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷിനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്കിവിടെ വാമപ്പ് ചെയ്യാം, വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും. നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എൻ്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. പുരോഗതിയുണ്ടാകും. എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആശംസകൾ. നന്ദി സാർ. നന്ദി സാർ. വളരെ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്. അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസ്സിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകഡിയും, ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിൻ്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം. ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും, നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും, കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷെ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു: മാമ്പഴം.
മാമ്പഴം ഒരു സാധാരണ ചർച്ചാ വിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എൻ്റെ കാശിയിലെ ലാങ്കര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിനു ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൗസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബങ്കനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ കർഷക സഹോദരീ സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവ് ആലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ത്തിലധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവ് ആലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല. വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിൻ്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തു നിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തൻ്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പ് തകിടുകൾ ചോള രാജവംശത്തിൻ്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ ശക്തമായ നാവിക ശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു.
തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിൻ്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിനു കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനൻ്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പ് തകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നു പേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചില റാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISAACയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത്
നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു. അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേക സ്ട്രെച്ചറുണ്ട്. രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും. ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തൻ്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി. മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്തോല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്ക് വഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജ അമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയ്ഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു.
അതായത് ഓരോ വിദ്യാർത്ഥിയും ഒരു വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിൻ്റെ 50-ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിൻ്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം. മൻ കി ബാത്ത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.